നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സന്ധ്യ രഘുകുമാർ. നമ്മൾക്കറിയാം, ഒരു മഴക്കാലം കഴിഞ്ഞ് നമ്മൾ നിൽക്കുകയാണ്. പ്രളയവും വെള്ളക്കെട്ടുമൊക്കെ ജനജീവിതത്തെ വളരെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് വാഹനങ്ങൾക്കാണ് അല്ലേ. നമ്മൾക്കറിയാം, ഒരുപാട് വാഹനങ്ങൾ വെള്ളത്തിനടിയിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടു മുങ്ങിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ വളരെ വേദനയോടെ നമ്മൾ ഓരോരുത്തരും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ എങ്ങനെയാണ് നമ്മൾക്കൊരു ഈ വാഹനങ്ങളുടെയൊക്കെ ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടുക എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പം മാത്രമല്ല, നമുക്ക് ഫ്യൂച്ചറിലും ഇതിനെപ്പറ്റിയുള്ള കാരണങ്ങളും ഈ ഇൻഷുറൻസ് എങ്ങനെ കവർ ചെയ്യാമെന്നുള്ളതും എന്തൊക്കെയാണ് ഇതിൻ്റെ നടപടികളെന്നും ഉള്ള ഒരു ഏകദേശം ഒരു ഐഡിയ നമ്മൾക്ക് ഇതിൽ നിന്നും ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. ഇൻഷുറൻസ് തന്നെ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ഫുൾ കവർ ഇൻഷുറൻസും ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസും. അപ്പം നമുക്കറിയാം, ഫുൾ കവർ ഇൻഷുറൻസിലാണ് നമ്മൾക്ക് ഇൻഷുറൻസിൻ്റെ ആ ഒരു ക്ലെയിം കിട്ടാൻ ചാൻസസ് ഉള്ളത്. തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ നമുക്ക് ക്ലെയിം കിട്ടില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ ഇൻഷുറൻസ് എടുത്താലും ആ ഒരു ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കാൻ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾക്കറിയാം, ദുബായിൽ മഴ മുന്നറിയിപ്പുകൾ നമുക്ക് ഗവൺമെന്റ് ആദ്യം തന്നെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എല്ലാവർക്കും അലേർട്ട് തന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുക, വാഹനങ്ങൾ സഞ്ചരിക്കാതിരിക്കുക, കഴിയുന്നത്രയും വർക്ക് അറ്റ് ഹോം വരെ നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം, ആപത്തുകളും അപകടങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് അനുസരിക്കാതെ നമ്മൾ വാഹനങ്ങളുമായിട്ട് പുറത്തുപോയി ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് കിട്ടുക എന്നുള്ളത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടുന്ന കാര്യമാണ്. ഏത് രീതിയിൽ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾക്ക് ഇൻഷുറൻസ് സാധാരണഗതിയിൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് പാർക്കിങ്ങിൽ കിടക്കുന്ന കാറുകൾക്കാണ്. അതായത് നമ്മൾ നിയമം തെറ്റിച്ചിട്ടില്ല, നമ്മുടെ കാറ് പാർക്കിങ്ങിലായിരുന്നു, വെള്ളപ്പൊക്കം വന്നു, ഫ്ലഡ് വന്നു, കാറ് വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയി. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. ആ ഫോട്ടോ എടുക്കുന്ന കൂടെ തന്നെ നമ്മൾ ദുബായ് പോലീസിൽ ആ ഫോട്ടോ ഉൾപ്പെടെ നമ്മൾ കാറിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം അറിയിച്ചു കഴിഞ്ഞാൽ, ഇതിനായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു പോലീസ് റിപ്പോർട്ട് കിട്ടുന്നതാണ്. ഈ പോലീസ് റിപ്പോർട്ടാണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. അവിടുന്ന് ആ ഇൻഷുറൻസ് കമ്പനിക്ക് അതും നമ്മൾക്ക് ഓൺലൈൻ വഴി തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഹാൻഡ് ഓവർ ചെയ്ത ശേഷം അവരുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു സർവൈവർ നമ്മളുമായി ബന്ധപ്പെടുകയും നമ്മളുടെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കുകയും അത് ഏത് പാനൽ ഗാരേജിലേക്കാണ് നമ്മളുടെ വണ്ടി എത്തിക്കേണ്ടതെന്ന് അവർ നമ്മളെ അറിയിക്കുകയും ചെയ്യും. അതനുസരിച്ച് നമുക്കറിയാം, നമ്മുടെ വണ്ടി എഞ്ചിനൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ആയിരിക്കില്ല അധികം വണ്ടികൾക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളത് റിക്കവറി ചെയ്യേണ്ടി വരും. ഈ ഫുൾ ഓപ്ഷൻ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന വാഹനങ്ങൾക്ക് റിക്കവറി ഫ്രീ ആയിരിക്കും. അപ്പം നമ്മൾക്ക് ഏറ്റവും അടുത്ത അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഏത് ഗ്യാരേജിലാണോ നമ്മളുടെ വണ്ടി കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുന്നത്, ഈ റിക്കവറി വാഹനത്തിൽ കയറ്റി നമ്മളുടെ വണ്ടി അവിടെ കൊണ്ടുവന്ന് എത്തിക്കുക. അവിടെയുള്ള ഗാരേജിലുള്ള ബന്ധപ്പെട്ടവർ അതിൻ്റെ കേടുപാടുകൾ നോക്കും, അതിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നോക്കും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്ത് വണ്ടി മൊത്തം ചെക്ക് ചെയ്തിട്ട് അവരൊരു കൊട്ടേഷൻ ഈ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്നതായിരിക്കും. അതനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുന്നത്. ഇതിൽ ചിലപ്പോൾ നമ്മൾക്ക് എഞ്ചിൻ മൊത്തം നശിച്ചു, നമുക്കറിയാം എഞ്ചിനത്തിൽ വെള്ളം കയറി കഴിഞ്ഞാൽ വണ്ടിക്ക് ആ വണ്ടി കൊണ്ട് പിന്നെ അധികം പ്രയോജനമില്ല അല്ലേ. അത് പിന്നെ നമുക്ക് ലോങ് ഇതായിട്ട് യൂസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾക്കത് കൊടുക്കുന്നതായിരിക്കും നല്ലതല്ലേ, ഫുള്ളി അത് വിറ്റൊഴിവാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ആ വണ്ടി മേടിക്കുന്ന സമയത്ത് എത്ര രൂപയ്ക്കാണോ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഡിപ്രീസിയേഷൻ മാറ്റി നിർത്തി ബാക്കിയുള്ള എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തിരികെ നൽകുന്നതായിരിക്കും. നമുക്ക് വേറൊരു വണ്ടി മേടിക്കുന്നത് ഉപകരിക്കും. അതല്ല, മറ്റ് മേജറായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലയിൻസുകളൊന്നുമില്ല, മൈന്യൂട്ട് കംപ്ലയിൻസുകൾ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് അതിന് എത്രയാണോ എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് നമ്മൾക്ക് ഇൻഷുറൻസ് കമ്പനി നൽകുന്നതായിരിക്കും. ഇതാണ് രണ്ട് രീതിയിലുള്ള ഇൻഷുറൻസ്. ഒന്ന് ഫുൾ ഓപ്ഷൻ ഫുൾ ക്ലെയിമും മറ്റത് തേർഡ് പാർട്ടി. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും ആലോചിക്കുക, ഫുൾ ആയിട്ടുള്ള ഇൻഷുറൻസ് ആ കവറേജ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തേർഡ് പാർട്ടിയിൽ നമുക്ക് പ്രയോജനം ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് ഞാൻ പറയുന്നത് ഫ്യൂച്ചറിൽ നമ്മൾക്ക് ഇതുകൊണ്ട് ആവശ്യങ്ങളുണ്ടാവും. ആരെങ്കിലുമൊക്കെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഒരു പിന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടാതെ ആ സമയത്ത് നമ്മൾക്ക് അധികം പോക്കറ്റിൽ നിന്നും പൈസ പോകാതെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് നമ്മൾ കണ്ട മറ്റൊരു കാര്യമാണ് ചെറുകിട കച്ചവടക്കാർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. അതായത് കച്ചവടം 2-3 ദിവസം കടകൾ അടച്ചിടേണ്ടി വന്നു, വെള്ളം കയറി സാധനങ്ങൾ നശിക്കുന്ന ഒരവസ്ഥകൾ വന്നു. അങ്ങനെയുള്ളവർക്കും ഒരു ഇൻഷുറൻസ് ഉണ്ട്. അതായത് പ്രോപ്പർട്ടി ഓൾ റിസ്ക് ഇൻഷുറൻസ്. ഈ ഒരു പ്രോപ്പർട്ടി ഓൾ റിസ്ക് ഇൻഷുറൻസിലൂടെ
കടയിൽ വെള്ളം കയറുക, സാധന സാമഗ്രികൾ നശിക്കുക, അതുപോലെ തന്നെ തീപിടുത്തം ഉണ്ടാകുക, മോഷണം നടക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇൻഷുറൻസിലൂടെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ആനുവലി ഒരു 1000 to 1500 ഒക്കെ ആയിരിക്കും നമ്മളുടെ അടയ്ക്കേണ്ടത് എമൗണ്ട് വരിക. ഇതിന്റെ കൂടെ തന്നെ ഒരു തേർഡ് പാർട്ടി കവറേജ് കൂടെ നമുക്ക് കിട്ടും. അതായത് നമ്മളുടെ സ്ഥാപനത്തിൽ നിന്നും ഒരു തീപിടുത്തം ഉണ്ടായി തൊട്ടടുത്ത ഒരു സ്ഥാപനത്തിലേക്ക് ആ തീ പടർന്നു പിടിച്ച് അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ റെസ്പോൺസിബിൾ നമ്മളായിരിക്കും. എന്നാൽ ഈ ഒരു ഇൻഷുറൻസിലൂടെ അവർക്ക് കൊടുക്കേണ്ടുന്ന നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനി അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അതാണ് ഇതിനുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മൾക്കറിയാം, ഈ ഒരു കച്ചവടമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ അറിയാം. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരു ബിസിനസ് ഇൻറപ്ഷൻ പ്ലാൻ എന്നൊരു പ്ലാനും കൂടെ ഇതിന്റെ കൂടെ തന്നെയുണ്ട്. ആ ഒരു പ്ലാൻ മൂലം നമ്മൾ ഒരു കുറച്ച് ദിവസം കട അടച്ചിട്ടു, അല്ലെങ്കിൽ ഒരു റിനോവേഷന് വേണ്ടിയിട്ട് ഒരു 1-2 മാസം നമ്മുടെ കട അടച്ചിട്ടു. ഈ ഒരു കാര്യം നമുക്കറിയാം, നമുക്ക് കച്ചവടമൊന്നും നടക്കില്ല, നമുക്ക് വാടക കൊടുക്കാനുണ്ട്. ഈ ഒരു കാര്യത്തിന് ഉപകരിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാൻ ഒരുക്കിയിരിക്കുന്നത്. അതായത് എത്ര നാൾ നമ്മുടെ കട അടച്ചിടുന്നു ആ മാസങ്ങളിൽ നമ്മുടെ വാടകയും നമ്മുടെ പ്രോഫിറ്റിന്റെ ഒരു പെർസെൻറ്റേജും നമുക്ക് റിട്ടേൺ ആയിട്ട് ഈ ഇൻഷുറൻസ് വഴി നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഇൻഷുറൻസ് കവറേജുകൾ നമ്മൾ ചെയ്യുക. ഇത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു സഹായകമായിരിക്കും തന്നെ ചെയ്യും. ഈ വിലപ്പെട്ട വിവരങ്ങൾ നമ്മൾക്ക് തന്നത് മിസ്റ്റർ റഫീഖ് അഹമ്മദ്, സീനിയർ ഡെവലപ്മെന്റ് മാനേജർ, വഹബ ഇൻഷുറൻസ് ബ്രോക്കറിംഗ് കമ്പനി, ദുബായ്. നന്ദി.